ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡനിൽ നട്ടു വളർത്താൻ പറ്റിയ ഫേൺ ചെടിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഈ ഒരു ചെടീനെ എങ്ങനെയാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡനിൽ നട്ട് കൊടുക്കേണ്ടതും അതിൻ്റെ ഫുൾ കെയർ ആൻഡ് ടിപ്സ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചെടീനെ ചെടിച്ചട്ടിയിൽ ഇതുപോലെ ചെടിച്ചട്ടി ഫുൾ കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നട്ടു കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ സൈഡിൽ ഒരു പുതിയ ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നട്ടു കൊടുക്കാനായിട്ട് ഒരു തൈ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒത്തിരി തൈകൾ ഈ ചെടിച്ചട്ടിയിൽ, ഞാൻ ഒരു തൈയാണ് ഈ ഒരു വലിയ ചെടിച്ചട്ടിയിൽ കൊണ്ട് നട്ടത്. ഇപ്പോൾ ആ ചെടിച്ചട്ടി നിറയെ പുതിയ തൈകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നട്ടു കൊടുക്കാനായിട്ട് ഒരു തൈ മാത്രം നമുക്ക് മതിയാവും ആ ചെടിച്ചട്ടി ഫുൾ കവർ ചെയ്ത് വരാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിയേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു തൈനെ അതിൽ നിന്ന് അടർത്തി മാറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോവാതെ വേണം കേട്ടോ അതിൻ്റെ തൈ അതിൽ നിന്ന് അടർത്തി എടുക്കാൻ. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി താമസം പിടിക്കാൻ ഇച്ചിരി ആദ്യം ഉണങ്ങിയിട്ടൊക്കെ ആയിരിക്കും രണ്ടാമത് അത് പിടിച്ച് വരാം. വേര് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നട്ടു കൊടുക്കുമ്പോൾ തന്നെ അത് ഉണങ്ങാതെ വേഗം പുതിയ ഇലകൾ വന്ന് ചാടി വേഗം വലുതായിക്കോളും. ഇനി നമ്മൾ നേരത്തെ അടർത്തി എടുത്ത ആ ഒരു തൈയെ ഈ ഒരു ചെടിച്ചട്ടിയിലെങ്കിൽ നട്ടു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒത്തിരി വലിയ ചെടിച്ചട്ടി എല്ലാം എടുത്താൽ ചെറിയ ചെടിച്ചട്ടിനെ എടുത്തത്, അതാവുമ്പോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ ഈ മണ്ണിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഈർപ്പമുള്ളൊരു മണ്ണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ നടുവിൽ നിന്ന് കുറച്ച് മണ്ണ് ഇതുപോലെ കുഴി പോലെ എടുക്കുകയാണ്. എൻ്റെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിലേക്കാണ് ഈ ഒരു തൈനെ വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ മണ്ണിൽ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ നട്ടു കൊടുക്കുന്ന ചെടി ആദ്യം ഒന്ന് പിടിച്ച് കിട്ടി ഒന്ന് ഉഷാറായി വന്ന ശേഷം മാത്രമേ ഞാൻ വളം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ചെടി നട്ടാൽ നനയ്ക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു മണ്ണിന് ഓൾറെഡി നല്ല ഈർപ്പമുണ്ട്. അപ്പോൾ ഒത്തിരി ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോവും. അതൊന്ന് പിടിച്ച് സെറ്റായി വന്ന ശേഷം മാത്രം നമുക്ക് വളവും വെള്ളവും ആവശ്യത്തിലധികം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒത്തിരി വെയിൽ ആവശ്യമില്ല. നമ്മുടെ സിറ്റ് ഔട്ടിൽ കറക്റ്റ് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. വെയിൽ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ലീവ്സൊക്കെ വേഗം കരിഞ്ഞു പോകും. പിന്നെ വാട്ടറിങ് ഡെയിലി ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഒന്നാമത്തെ സമ്മർ സീസണും കൂടിയാണ്. പിന്നെ നമ്മുടെ ആ മണ്ണിൻ്റെ ഈർപ്പം നോക്കിയിട്ട് വേണം എല്ലാ ചെടികൾക്കും വാട്ടറിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പീഡിൽ ചെടിച്ചട്ടി നിറയെ ഒത്തിരി തൈകളായിട്ട് വന്നിട്ടുണ്ട്. ഒരു തൈ മാത്രമായിട്ടാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒത്തിരി തൈകളുണ്ട്. ഇതിപ്പോൾ സിറ്റ് ഔട്ടിൽ എല്ലാ ചെടിച്ചട്ടിയിൽ ഇത് നിരത്തി നട്ടു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ചെടിക്ക്. പിന്നെ എല്ലാവരും ചോദിക്കാറുള്ളത് ഈ ഒരു ചെടീനെ ഇതുപോലെ ഭംഗിയായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നാണ്. വേറെ ഒന്നല്ല, ഇതിനെ കറക്റ്റ് പ്ലേസിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിക്കോളൂ. നമ്മുടെ സിറ്റ് ഔട്ടിലാവുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമേ സൺലൈറ്റ് കിട്ടുള്ളൂ. ഡയറക്റ്റായിട്ട് ഈ ഒരു പ്ലാന്റിന് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലീവ്സൊക്കെ വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു പാർട്ടിലാണ് കേട്ടോ, സിറ്റ് ഔട്ടിൻ്റെ ഒരു ഫ്രണ്ടിലും ആയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ചെടികൾ എല്ലാവരെയും സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നട്ടു കൊടുത്ത ചെടീനെ ഞാൻ താഴെ ഈ സെയിം സ്ഥലത്ത് തന്നെ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരൊറ്റ തൈയിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെടീനെ ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഒരു ചെടിക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടി തന്നെയാണ്. എല്ലാ പ്ലാന്റ്സിലും ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇട്ട് കഴിയുമ്പോൾ മറ്റ് വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫംഗസൊക്കെ വന്ന് ചെടികൾ ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലും. പക്ഷേ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ചെടി വേഗത്തിൽ തന്നെ നല്ല ആരോഗ്യമായിട്ട് വലുതായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും തന്നെ ഫേൺ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.